നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ എടുത്തത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്താണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എൻഗ്ലാഡൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, നിർവചനം പറഞ്ഞു. അതുപോലെ തന്നെ പൊതുഭരണത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മൊണാർക്കിയിലും രാജ്യഭരണത്തിലും ഡെമോക്രസി, ജനാധിപത്യത്തിലുമുള്ള പൊതുഭരണത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് വാട്ട് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചു. ഇപ്പോൾ നമ്മൾ പ്രധാനമായി രണ്ട് കാര്യമാണ് പഠിച്ചിട്ടുള്ളത് ഇതുവരെ. ഒന്ന്, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് പൊതുഭരണമെന്ന് നമ്മൾ വളരെ ഡീറ്റെയിലായി പഠിച്ചു. അതുപോലെ തന്നെ ബ്യൂറോക്രസി എന്താണെന്ന്, ഉദ്യോഗസ്ഥ വൃന്ദം എന്നാൽ എന്തെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്യൂറോക്രസിയും അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു ചോദ്യമാണ്. രണ്ടും കൂടി ഉൾപ്പെടുത്തി. അതുപോലെ എന്തെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ തന്നെ പൊതുഭരണവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ന് നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്ലൈഡിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചോദ്യം ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂറോക്രസി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂറോക്രസി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രാധാന്യമെന്ത്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം. നോക്കൂ, ചോദ്യം ഇങ്ങനെയാണ്: പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതിൽ, പൊതുഭരണത്തിൽ ബ്യൂറോക്രസിക്ക്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് അഥവാ പ്രാധാന്യമെന്ത്? ചുരുക്കി പറഞ്ഞ വളരെ ക്ലിയറായി ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുഭരണ സ്ഥാപനമാണ്. എങ്കിൽ അവിടുത്തെ ബ്യൂറോക്രാറ്റ്സാണ്, ഉദ്യോഗസ്ഥന്മാരാണ് ടീച്ചർമാരെന്ന് പറയുന്നത്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു പൊതുഭരണ സ്ഥാപനമാണ്. ഇവിടത്തെ ബ്യൂറോക്രാറ്റ്സ് ഉദ്യോഗസ്ഥന്മാരാണ് ആര്? ടീച്ചർമാർ എന്ന് പറയുന്നത്. മറ്റൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പൊതുഭരണ സ്ഥാപനം. പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പൊതുഭരണ സ്ഥാപനമാണ്. അവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് ആണ് പോലീസുകാർ. ഉദ്യോഗസ്ഥന്മാരാണ് ആര്? പോലീസുകാർ. ചുരുക്കി പറഞ്ഞാൽ സ്കൂളിൽ ടീച്ചർമാരുടെ ഇമ്പോർട്ടൻസ് എന്ത്, പ്രാധാന്യമെന്ത്? സ്കൂളിൽ എന്ത് ടീച്ചർമാരുടെ പ്രാധാന്യമുണ്ട്? പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ പ്രാധാന്യമുണ്ട്. പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? സ്കൂളിൽ ടീച്ചർമാരില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്തിനാണ് സ്കൂളിൽ ടീച്ചർമാർ? സ്കൂൾ എന്ന് പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, സ്കൂൾ എന്ന് പറയുന്ന പൊതുഭരണ സ്ഥാപനത്തിൽ ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ടീച്ചർമാർ എന്തിനാണെന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തിനാണ് പോലീസുകാർ എന്നാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞത്. അപ്പോൾ ചോദ്യം ഇതാണ്. പരീക്ഷയ്ക്ക് 3 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂറോക്രസി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. 3 മാർക്കിന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് മക്കളെ. ക്ലിയർ ആണല്ലോ?
ഈ ചോദ്യത്തിന് ആൻസർ ഇങ്ങനെയാണ്. ഫസ്റ്റ് പോയിന്റ്, മേക്സ് ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡയനാമിക്. അല്ലേ, പൊതുഭരണ ശൃംഖലയെ എന്ത് ചെയ്തു? ചലനാത്മകമാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അഥവാ സ്കൂൾ ചലിക്കണമെങ്കിൽ, സ്കൂൾ എന്ന് പറയുന്ന ഈ ചക്രം ചലിക്കണമെങ്കിൽ, അത് വർക്ക് ചെയ്യണമെങ്കിൽ സ്കൂളിൽ ടീച്ചർമാർ വേണം. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ പൊതുഭരണ സ്ഥാപനം വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡൈനാമിക്, അത് കറങ്ങണമെങ്കിൽ അവിടെ എന്ത് വേണം? പോലീസുകാർ വേണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, മേക്സ് ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡൈനാമിക് എന്ന് പറയുന്നത് പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ ടീച്ചർമാരുണ്ടാവണം, എന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുണ്ടാവണം, എന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വേണം, എന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്, മേക്സ് ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡൈനാമിക്. ക്ലിയർ ആണല്ലോ മക്കളെ? നമ്പർ 2, സെക്കൻഡ് പോയിന്റ് നോക്കൂ. സർവീസസ് ഓഫ് ദി ഗവൺമെൻറ് മെയ്ഡ് അക്സസിബിൾ ടു ദി പീപ്പിൾ. അല്ലേ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലെത്തിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ, പൊതുഭരണത്തിൽ ആര് വേണം? ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥന്മാർ വേണം. അല്ലേ, ടീച്ചിങ് എന്ന് പറയുന്ന സേവനം, സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചിങ് എന്ന് പറയുന്ന സർവീസ്, അല്ലേ, സർക്കാരുകൾ നമുക്ക് നൽകുന്ന സൗജന്യ വിദ്യാഭ്യാസം നൽകണമെങ്കിൽ സ്കൂളിൽ ടീച്ചർ വേണം. അല്ലേ, സൗജന്യമായി ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കിട്ടുകയാണ്, ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ആര് വേണം? ഡോക്ടേഴ്സ്, നഴ്സ്, ഡോക്ടർമാരും നഴ്സുമാരും വേണം. അതാണ് പറഞ്ഞത്, സർവീസസ് ഓഫ് ദി ഗവൺമെൻറ് മെയ്ഡ് അക്സസിബിൾ ടു ദി പീപ്പിൾ. അല്ലേ, സർക്കാരിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആര് വേണം? ബ്യൂറോക്രസിയിൽ വേണം. എവിടെ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് തേർഡ് പോയിന്റ് നോക്കൂ, പെർഫോംസ് ദി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രി. അല്ലേ, രാജ്യത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. രാജ്യത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നതാണ് മറ്റൊരു പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇതാണ് പോയിന്റ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂറോക്രസി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്ത്? ഒന്ന് നോക്കൂ, മേക്സ് ദി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡൈനാമിക്. അല്ലേ, പൊതുഭരണ ശൃംഖലയെ എന്ത് ചെയ്യുന്നു? ചലനാത്മകമാക്കുന്നു, ചലിപ്പിക്കുന്നു. നമ്പർ 2, സർവീസസ് ഓഫ് ദി ഗവൺമെൻറ് മെയ്ഡ് അക്സസിബിൾ ടു ദി പീപ്പിൾ. അല്ലേ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ആൻഡ് തേർഡ് വൺ, പെർഫോംസ് ദി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നു, ദിവസേനയുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബ്യൂറോക്രസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കൂ, സ്ലൈഡ് നോക്കൂ. ബ്യൂറോക്രസി ഇൻ ഇന്ത്യ. അല്ലേ, ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ. ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അല്ലേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബ്യൂറോക്രസിൻ്റെ പ്രാധാന്യം എന്ത്? അല്ലേ, ഉദ്യോഗസ്ഥ വൃന്ദം പറഞ്ഞു, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത പറഞ്ഞു. ഈ പൊതുഭരണത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ. അല്ലേ, ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ക്വാർട്ടർലി പരീക്ഷയ്ക്ക് അതാ കാക്കൊല്ല പരീക്ഷയ്ക്ക് കഴിഞ്ഞ ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കൂ, ചോദ്യം ഇങ്ങനെയാണ്, കൃത്യമായി സ്ലൈഡിൽ നോക്കുക. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അല്ലേ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഘടന വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അല്ലേ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഘടന വിശദീകരിക്കുക. അല്ലേ, സിവിൽ സർവീസ്. അല്ലേ, ചില കുട്ടികൾ ചോദിക്കും, ചില കുട്ടികളോട് അധ്യാപകർ ചോദിച്ചു നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടി പറയും എനിക്കൊരു സിവിൽ സർവീസൊക്കെ കിട്ടിയിട്ട് കളക്ടർ ആവാൻ അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥനാവാൻ അല്ലേ ആണ് ഇഷ്ടമെന്നൊക്കെ പറയും. അപ്പോൾ ആ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചാണ് നമ്മളിനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന പഠിക്കാൻ. അതിലെന്തൊക്കെയുണ്ട്, അതിലേതൊക്കെ പാർട്സ് ഉണ്ട്. ഓക്കെ,
നമുക്ക് നോക്കാമല്ലോ. പ്രധാനപ്പെട്ട 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഘടന വിശദീകരിക്കുക എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാലോ. നോക്കൂ, സ്ലൈഡിൽ നോക്കൂ. ഇന്ത്യൻ സിവിൽ സർവീസ് ഡിവൈഡഡ് ഇൻറ്റു 3 parts. ഫസ്റ്റ് വൺ ഓൾ ഇന്ത്യ സർവീസ്, നമ്പർ 2 സെൻട്രൽ സർവീസ് ആൻഡ് തേർഡ് വൺ സ്റ്റേറ്റ് സർവീസ്. നോക്കൂ, ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ 3 വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്, നമ്പർ 2 കേന്ദ്ര സർവീസ്, തേർഡ് വൺ സംസ്ഥാന സർവീസ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 3 പാർട്സ് ഏതൊക്കെ? ഒന്ന് ഓൾ ഇന്ത്യ സർവീസാണ് അല്ലേ, അഖിലേന്ത്യാ സർവീസ്. നമ്പർ 2 സെൻട്രൽ സർവീസ് അല്ലേ, കേന്ദ്ര സർവീസ്. ആൻഡ് തേർഡ് വൺ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇന്ത്യൻ സിവിൽ സർവീസിന് എത്ര പാർട്സ് ഉണ്ട്? 3. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ്, നമ്പർ 2 സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ്, ആൻഡ് തേർഡ് വൺ സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ്. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നോക്കൂ, സ്ലൈഡിൽ നോക്കൂ. ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, ഫസ്റ്റ് പോയിന്റ് റിക്രൂട്ട് അറ്റ് നാഷണൽ ലെവൽ. നോക്കൂ, ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. ഇവരൊക്കെ കോമ്പറ്റീഷൻ എക്സാമിലൂടെ അഥവാ മത്സര പരീക്ഷയിലൂടെയാണ്, അഥവാ PSC പോലുള്ള മത്സര പരീക്ഷയിലൂടെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. നോക്കൂ, അങ്ങനെ ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ സർവീസിലേക്ക് അഥവാ അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് തെരഞ്ഞെടുക്കുന്നത് നാഷണൽ ലെവലിലാണ് അഥവാ ദേശീയ തലത്തിലാണ്. ഞാനിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, അഥവാ ഈ വ്യത്യസ്ത കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതുകൊണ്ടാണ് അതിന് അടിവരയിട്ടും പ്രത്യേക കളറിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഓൾ ഇന്ത്യ സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ അഥവാ ഈ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത് നാഷണൽ ലെവലിലാണ് അഥവാ ദേശീയ തലത്തിലാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു ഏജൻസിയാണ് ഇവരെന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. ആ ഏജൻസിൻ്റെ പേര് UPSC എന്നതാണ്. എന്താണ് പേര്? UPSC. നമുക്ക് പറയാണ്ട് UPSC കുറിച്ച് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, അഖിലേന്ത്യാ സർവീസിലേക്ക് ഓൾ ഇന്ത്യ സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത് നാഷണൽ ലെവലിലാണ്, ദേശീയ തലത്തിലേക്കാണ്. ഓക്കെ, ഏതാണ് ഏജൻസി? UPSC. ഏതാണ് ഏജൻസി? UPSC. നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണേ, UPSC. സ്ലൈഡിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം കുറിച്ച് വെക്കാൻ പറയുന്നത്. UPSC. UPSC അല്ലേ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കൂ, അപ്പോയിന്റ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. എന്നാൽ നാഷണൽ ലെവലിൽ റിക്രൂട്ട് ചെയ്ത, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസാണ്. അഥവാ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലേക്കോ നിയമിക്കപ്പെടുന്നു. അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള അഥവാ മോഡി ഗവൺമെൻറ്റിന് കീഴിലുള്ള, അതുപോലെ മോഡി ഗവൺമെൻറ് എന്ന് പറയാൻ കാരണം ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് മോഡി ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ സർവീസിലെ മോഡി ഗവൺമെൻറ്റിന് കീഴിലുള്ള വകുപ്പുകളിലേക്കോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന തലത്തിലേക്ക് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, അല്ലെങ്കിൽ ഏത് സംസ്ഥാനം ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു, അവരെ നിയമിക്കുന്നു, അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓൾ ഇന്ത്യ സർവീസിലേക്ക്, അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത് അഥവാ തെരഞ്ഞെടുക്കുന്നത് നാഷണൽ ലെവലിലാണ്, ദേശീയ തലത്തിലാണ്.
ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട റിക്രൂട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് സെൻട്രൽ കേന്ദ്രത്തിനോ ഓർ സ്റ്റേറ്റ് സർവീസിലേക്കോ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്കോ നിയമിക്കുന്നു. അത്തരം സ്ഥാപനങ്ങൾക്ക് അല്ലെ അത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് ഉദാഹരണം, വകുപ്പിന് ഉദാഹരണമാണ്, അല്ലെ സർവീസസിന് ഉദാഹരണമാണ്. നോക്കൂ, എക്സാമ്പിൾ ഓൾ ഇന്ത്യ സർവീസിൻ്റെ എക്സാമ്പിളാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനായിട്ട് ഇത്തരം ചോദ്യങ്ങൾ വരാം. നോക്കൂ, എക്സാമ്പിൾ 1 നോക്കൂ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഒന്നാമത്തെ എക്സാമ്പിൾ ഓൾ ഇന്ത്യ സർവീസിന്, അഖിലേന്ത്യാ സർവീസിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? IAS. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IAS. എന്താ IAS എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ, ഇന്ത്യൻ പോലീസ് സർവീസ്, IPS അല്ലേ? ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലേ? ഭരത് ചന്ദ്രൻ IPS, സുരേഷ് ഗോപിൻ്റെ പഴയ ഫിലിമൊക്കെയാണ് IPS ഉദ്യോഗസ്ഥ അല്ലേ? ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ലെവലിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, വിശദീകരണം എന്ന് പറയും. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ്. ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് നാഷണൽ ലെവലാണ്, ദേശീയ തലത്തിലാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ലെവലിലേക്കാണ്, അഥവാ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്കാണ്. ഇത്തരം ഓൾ ഇന്ത്യ സർവീസിന്, അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ് 1 IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, മറ്റൊന്ന് IPS ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള സ്ലൈഡിൽ നോക്കൂ. എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതാ? സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസിനെ കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം. നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ മറ്റൊരു പാർട്സാണ് സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത്. ഇവിടേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത് നാഷണൽ ലെവലിലാണ് അല്ലേ? ദേശീയ തലത്തിലാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കൂ, അപ്പോയിന്റ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി അല്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, അഖിലേന്ത്യാ സർവീസ് സെൻട്രലും സ്റ്റേറ്റും കേന്ദ്രവും സംസ്ഥാനവുമാണെങ്കിൽ, സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ്, അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്ക്, അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ, മോഡി സർക്കാരിൻ്റെ വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരായി നിയമിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? കേന്ദ്ര സർവീസ് എന്ന് പറയാം. അത്തരം സർവീസിന് ഉദാഹരണമാണ്, എക്സാമ്പിളാണ് നോക്കൂ, അല്ലെങ്കിൽ കേന്ദ്ര സർവീസിന്, സെൻട്രൽ സർവീസിന് എക്സാമ്പിളാണ് 1 ഇന്ത്യൻ ഫോറിൻ സർവീസ് അഥവാ IFS ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ. നമ്പർ 2 ഇന്ത്യൻ റെയിൽവേ സർവീസ് അല്ലെ? IRS എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് അല്ലേ? ഇന്ത്യൻ തീവണ്ടി സർവീസ് എന്ന് പറയുന്ന IRS അല്ലേ? ഈ IRS കേരളത്തിന് പ്രത്യേകം ട്രെയിൻ ഉണ്ടോ? ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് ട്രെയിൻ എന്ത് ചെയ്തു? എല്ലാ മേഖലയിലൂടെയും കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഈ IRS ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്തിന് ഉദാഹരണമാകുന്നത്? സെൻട്രൽ സർവീസിന് അഥവാ കേന്ദ്ര സർവീസ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, കൃത്യമായി സ്ലൈഡിൽ നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത്. ഇവിടത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത് നാഷണൽ ലെവലിലാണ്, അഥവാ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിലാണ്. ഇത്തരം തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അഥവാ കേന്ദ്ര സർവീസിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്ക്. ഇതിന് ഉദാഹരണമാണ് IFS മീൻസ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, മറ്റൊരു ഉദാഹരണം ഇന്ത്യൻ റെയിൽവേ സർവീസ്. ക്ലിയർ ആണല്ലോ മക്കളെ?
ആൻഡ് തേർഡ് വൺ നമുക്ക് മൂന്നാമത്തെ പാർട്സ് പഠിക്കാം, ഇന്ത്യൻ സിവിൽ സർവീസ്. നമുക്കറിയാം ഏതാണ്, സ്ലൈഡ് നോക്കൂ, സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് അല്ലേ. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ സ്ലൈഡിൽ, റിക്രൂട്ട് അറ്റ് സ്റ്റേറ്റ് ലെവൽ അല്ലേ, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. റിക്രൂട്ട് അറ്റ് സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, ഞാൻ ഡിഫറെൻറ്റ് കളറിൽ മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുന്നത് സ്ലൈഡിൽ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ അത് കൃത്യമായി അതിനോട് നീതി പുലർത്തുക. നോക്കൂ, ഫസ്റ്റ് പോയിന്റ് എന്താണ്, റിക്രൂട്ട് അറ്റ് സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിൻറ്റ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലിലെ, സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുള്ള സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അഥവാ നിയമിക്കപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കൂ, സെയിൽസ് ടാക്സ് ഓഫീസർ അല്ലേ, നമുക്കറിയാം ഖാദി വസ്ത്രങ്ങളൊക്കെ കാണാം അല്ലേ, നമ്മളെ ഗാന്ധിയുടെ ചരക്കൊക്കെ ഉണ്ടാവും, അത്തരത്തിലുള്ള ഖാദി വസ്ത്രങ്ങളാണ്. അതൊക്കെ കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് അവിടുത്തെ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അഥവാ ഈ ഓഫീസേഴ്സ് മുഴുവനും, അവിടുത്തെ ജോലിക്കാർ മുഴുവനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ. അത്തരത്തിലുള്ള സ്ഥാപനത്തിലെയാണ് സെയിൽസ് ടാക്സ് ഓഫീസർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകൾ. മറ്റൊരു ഉദാഹരണം ഈ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസിന് KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ദെൻ KSRTC. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത്, റിക്രൂട്ട് ചെയ്യുന്നതും ഏതാണ്, സ്റ്റേറ്റ് സർവീസിൻ്റെ മറ്റൊരു ഘടകം. അപ്പോൾ ക്ലിയർ ആയല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചാണ്. ഈ ഇന്ത്യൻ സിവിൽ സർവീസിന് 3 പാർട്ടുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്. നമ്പർ 2 സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ്. ആൻഡ് തേർഡ് വൺ സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, നോക്കൂ സ്ലൈഡിൽ നോക്കൂ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, ചിലപ്പോൾ 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. റൈറ്റ്, ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ UPSC. ഞാൻ നേരത്തെ പറഞ്ഞു UPSC അല്ലേ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ UPSC അല്ലേ. UPSCയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് പരീക്ഷയ്ക്ക് ചിലപ്പം 2 മാർക്കിന് ചോദിക്കാം. UPSC അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഈ UPSCൻ്റെ പൂർണ്ണരൂപം, എക്സ്പാൻഡ് ദി ടേം UPSC അല്ലേ, UPSCയുടെ പൂർണ്ണ രൂപം എഴുതണം. എന്താ UPSCയുടെ പൂർണ്ണ രൂപം? ബോർഡിൽ നോക്കൂ, കൃത്യമായി ബ്രാക്കറ്റിൽ പറയുന്നത്. ഞാൻ മലയാളത്തിൽ എഴുതാണ്. UPSC എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒരേ മാതിരിയല്ല, പിന്നെ കൂടുതൽ എഴുതണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് മാത്രം എഴുതിയത്. മലയാള മീഡിയക്കാരൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കൂ, UPSC അല്ലേ. എന്താ UPSCയുടെ പൂർണ്ണ രൂപം, ഫുൾ ഫോം? U എന്ന് പറഞ്ഞാൽ യൂണിയൻ, P എന്ന് പറഞ്ഞാലോ പബ്ലിക്, S എന്ന് പറഞ്ഞാൽ സർവീസ്, C എന്ന് പറഞ്ഞാലോ കമ്മീഷൻ. അപ്പോൾ UPSCയുടെ ഫുൾ ഫോം എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അർത്ഥം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? UPSC എന്ന് പറഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നോക്കൂ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി, ഫങ്ഷൻ എന്താണ്, ചുമതല എന്താണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് നോക്കാം. നോക്കൂ, കാൻഡിഡേറ്റ്സ് ടു ഓൾ ഇന്ത്യ സർവീസസ് ആൻഡ് സെൻട്രൽ സർവീസസ് ആർ റിക്രൂട്ടഡ് ബൈ ദി UPSC അല്ലേ. UPSC കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 1ഉം 2ഉം പാർട്സ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ സിവിൽ സർവീസിലേക്കും അഖിലേന്ത്യാ സിവിൽ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും അഥവാ കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥന്മാരെ, ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ, ചുമതലയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
candidates to all India civil service and central service are recruited by the UPSC. അല്ലേ, UPSC കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുമുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കൂ, ഈ UPSCയുടെ ദി ചെയർമാൻ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. UPSCയുടെ ചെയർമാനെയും മറ്റു മെമ്പർമാരെയും അപ്പോയിൻ്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള, ഇന്ന് രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നിയമിക്കുക. ആരാണോ ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹമാണ് UPSCയുടെ ചെയർമാനെയും മറ്റു മെമ്പേഴ്സിനെയും എന്ത് ചെയ്യുക? അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇതാണ് UPSCയെ കുറിച്ചുള്ള ഷോർട്ടായിട്ടുള്ള ആൻസർ. ഇത്രേ ഉള്ളൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും പഠിക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. UPSC എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നത് ആരുടെ ഫംഗ്ഷനാണ്? UPSCയുടെ ഫംഗ്ഷനാണ്. രണ്ടാമത്തത്, ഇതിൻ്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്, അഥവാ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു ഏജൻസിൻ്റെ നോക്കൂ, ബോർഡിൽ കൃത്യമായി ശ്രദ്ധിക്കുക. നോക്കൂ, രണ്ട് ഏജൻസി. PSC അല്ലേ, PSC എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അർത്ഥം. എന്താണ് PSC എന്ന് പറഞ്ഞാൽ? പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും. ഈ PSCയുടെ ഫംഗ്ഷൻ എന്താ നോക്കൂ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ കാൻഡിഡേറ്റ്സ് ആർ റിക്രൂട്ടഡ് ബൈ PSC അല്ലേ. സംസ്ഥാന തലത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുക എന്നത് ആരുടെ ഫംഗ്ഷനാണ്? ചുമതലയാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ. ഓൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ, കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുക എന്നത് ആരുടെ ഫംഗ്ഷനാണ്? PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. മക്കൾ, ഇനി ഞാൻ പറയുന്ന പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഈ PSC എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളും വ്യത്യസ്ത പേരിൽ അറിയപ്പെടുക. ഇപ്പം കേരളത്തിൽ ഇതിനെ അറിയപ്പെടുക KPSC എന്നാണ്. അഥവാ K എന്ന് പറഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുകൊണ്ട് കേരളത്തിൽ ഇതിനെന്ത് വിളിക്കുന്നു? KPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇതിനെ അറിയാം TNPSC എന്നാണ്. TNPSC എന്ന് പറഞ്ഞാൽ എന്താ? തമിഴ്നാടു പബ്ലിക് സർവീസ് കമ്മീഷൻ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത് നോക്കൂ. ഈ PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്, മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്, അഥവാ സ്റ്റേറ്റ് ഗവർണേഴ്സാണ്. അതാണ് തേർഡ് പോയിന്റ്. ദി ഗവർണർ അപ്പോയിൻറ്റ് ദി ചെയർമാൻ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ. ഗവർണറാണ് PSCയുടെ ചെയർമാനെയും മെമ്പറേയും എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒന്നില്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ PSC, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം. വാട്ട് ആർ ദി മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ UPSC ആൻഡ് PSC അല്ലേ. ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും PSCയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളെഴുതും UPSC എന്ന് പറഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. UPSC ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ PSC സ്റ്റേറ്റ് ലെവലിലേക്ക്, സംസ്ഥാന തലത്തിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. പിന്നെ UPSCയുടെ ചെയർമാനെയും മെമ്പറേയും തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ രാഷ്ട്രപതിയാണെങ്കിൽ PSCയുടെ ചെയർമാനെയും മെമ്പറേയും തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാരാണ്. ക്ലിയർ ആണല്ലോ? ലാസ്റ്റായിട്ട് നമുക്കൊരൊറ്റൊരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. ചില സമയത്ത് പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, നോക്കൂ, കൃത്യമായി സ്ലൈഡിൽ ശ്രദ്ധിക്കുക. വൈ PSC ആൻഡ് UPSC ആർ കോൾഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. വൈ PSC ആൻഡ് UPSC ആർ കോൾഡ് ആസ്
കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. UPSC യും PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? UPSC യെയും PSC യെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ആ ചോദ്യത്തിലുണ്ട് അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് മക്കളെ, നോക്കൂ സ്ലൈഡിൽ. UPSC and PSC are constituted on the basis of constitutional provisions, so they are called as constitutional institution. UPSC യും PSC യും എന്നിവ ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ, അതാണ് അതിൻ്റെ ഉത്തരം, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഭരണഘടനാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങളായതിനാലാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് UPSC യും PSC യും? എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടത് കൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുക? കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബ്യൂറോക്രസിയുടെ ഇമ്പോർട്ടൻസ് ആയത് അല്ലേ, പൊതുഭരണത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ സ്ട്രക്ചർ, ഓൾ ഇന്ത്യ സർവീസ് അല്ലേ, അഖിലേന്ത്യാ സർവീസ്, സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ്, ആൻഡ് തേർഡ് വൺ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസും പഠിച്ചു. പിന്നെ നമ്മൾ UPSC എന്താണെന്ന് പറഞ്ഞു, PSC എന്താണെന്നും വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു. അപ്പോൾ വളരെ സാവകാശം വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ച് ഈ ക്ലാസ്സുകളോട് നീതി പുലർത്തുക. പലതവണ പറഞ്ഞതാണ്, പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.